സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മൃഗക്ഷേമ ബോധവൽക്കരണ സെമിനാറും പുരസ്കാര സമർപ്പണവും നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എം. ശശി ഉദ്ഘാടനം ചെയ്തു. മൃഗങ്ങളെ കൊല്ലുന്നതിനും മറ്റു പ്രശ്നമുണ്ടാക്കുന്നതിനും എതിരായിട്ടുള്ള നിയമം ശക്തി പ്രാപിച്ചു. അതിന്റെ ഭാഗമായി ധാരാളം മൃഗങ്ങൾ പെരുകി അത് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ സംഘർഷം ഇപ്പോ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം ഈ നിലയിൽ നിൽക്കുകയാണ്. ഇതിന് രണ്ടിനും നമുക്ക് ഒരുപോലെ അഡ്രസ് ചെയ്തു. നമുക്ക് പറയുമ്പോഴൊക്കെ നമ്മൾ പറയണം ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നമുക്ക് അവകാശപ്പെട്ടതുപോലെ തന്നെ അവകാശപ്പെട്ടതാണ് മൃഗങ്ങൾക്കെന്ന് പറയുമ്പോഴും മനുഷ്യരുടെ സുരക്ഷ കൂടി ഏറ്റവും പ്രധാനമാണ്. മനുഷ്യരുടെ സുരക്ഷ, അതുകൊണ്ടാണ് ഇപ്പോ ചെയർമാൻ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞു ഇതെല്ലാം തന്നെ പെറ്റ് ഷോപ്പ് തുറന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊരു സ്ഥാപനം ചെയ്യുമ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അനുമതി വാങ്ങേണ്ടതുണ്ട്, ലൈസൻസ് വാങ്ങേണ്ടത്. പലർക്കും ഇത് അറിയ പോലുമില്ല. അവരിങ്ങനെ കുറച്ചത് ചെയ്യുക, അത് ചെയ്തു പോകാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കില്ല. മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഈ പ്രകൃതിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. ഒന്ന് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പി സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബി സിന്ധു, സെക്രട്ടറി രാമൻകുട്ടി, ബി ജയശ്രീ, കെ എം രവി എന്നിവർ പ്രസംഗിച്ചു. പെറ്റ് ഷോപ്പ് നിയമങ്ങൾ, മൃഗസംരക്ഷണം, പ്രാദേശിക തലത്തിൽ സാധ്യതകളും വെല്ലുവിളികളും, നായ വളർത്തൽ, മാർക്കറ്റിംഗ് നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, ഡോക്ടർ ജ്യോതിഷ് ശങ്കർ, ഡോക്ടർ കെ വിഷ്ണു, ഡോക്ടർ അരുൺ സത്യൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ഇന്ത്യയിലെ പുണ്യ നദിയാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി കൂടിയാണ്. ഈ നദീനെ ശരിക്കും പറഞ്ഞാൽ ഉദ്ധരിക്കാൻ വേണ്ടി തിരിച്ച് നല്ല പഴയ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കമ്മീഷൻ, ഒരു മന്ത്രി അടക്കമൊക്കെ ഉണ്ടായിരുന്നു. 10 വർഷത്തോളം അത് ശ്രമിച്ചിട്ടും യാതൊന്നും നടന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗംഗാ നദി തെളിഞ്ഞ് ഒഴുകിയത് കൊറോണ കാലഘട്ടത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നദി തടാകത്ത് മറ്റേ നദിക്കരയിലുള്ള എല്ലാ തരത്തിലും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നിർത്തിവെച്ച സമയത്ത് അവിടെ അതിനെ പൊല്യൂട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യന്റെ ഒരു കൈ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗംഗാ നദി ശരിക്കും തെളിഞ്ഞൊഴുകി. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഈ നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ഡാമൊക്കെ വന്ന സമയത്ത്, ബാണാസുര ഡാമൊക്കെ വന്ന സമയത്ത് ടി.എം. ശശി പുരസ്കാര വിതരണം നടത്തി. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി രാജേഷ് നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.